ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അർജുന്റെ മൃതദേഹം ലഭിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ്. അർജുന്റെ മൃതദേഹം എന്ന തരത്തിൽ ഷിരൂരിൽ നിന്ന് ലഭിച്ച മൃതദേഹത്തിന്റെ ചിത്രം മറുഭാഗത്തെ മാടങ്കരി എന്ന ഗ്രാമത്തിലുള്ള സെന്നിഗൌഡ എന്ന സ്ത്രീയുടേതാണ്. ഷിരൂരിൽ നിന്ന് അർജുന്റെ ബന്ധു ജിതിൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം വീണ്ടും ഷിരൂരിലേക്ക് തിരിച്ചു പോകും. നിലവിൽ ഷിരൂരിൽ തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നദിയുടെ അടിയൊഴുക്കിന്റെ ശക്തി കുറഞ്ഞാൽ മാത്രമേ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതായത് നിലവിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, ഇനി അടുത്ത ഘട്ട തിരച്ചിൽ ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന് പോലും കൃത്യമായ നിശ്ചയമില്ലാത്ത അവസ്ഥയാണ്. നിലവിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോൾ 3 ദിവസമായി യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. തിരച്ചിൽ അവസാനിപ്പിച്ച ആദ്യ ദിവസം ഷിരൂർ തീർത്തും അനാഥമായ അവസ്ഥയിലായിരുന്നു. NDRF, SDRF, നാവിക സേനാംഗങ്ങൾ ആരും തന്നെ ഇപ്പോൾ ഇവിടെയില്ല. 3 പോലീസുകാരും ദേശീയപാതയ്ക്ക് വേണ്ടി ജോലിയെടുക്കുന്ന കുറച്ച് തൊഴിലാളികളും മാത്രമാണ് ഇപ്പോൾ അപകട മേഖലയിലുള്ളത്. രക്ഷാപ്രവർത്തനം തുടരണമെന്നാവശ്യപ്പെട്ട് വിജിൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെ തുടരുകയായിരുന്നു. ദൗത്യം തുടരുന്നതിന് സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും കേരളത്തിന്റെ ആവശ്യം കർണാടക മുഖവിലക്കെടുക്കുന്നില്ല. തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചുള്ള പ്രവർത്തനമാണ് ഇനി നടത്തേണ്ടത്. ഇതിന്റെ മുന്നോടിയായി സാങ്കേതിക വിദഗ്ധർ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ രക്ഷാപ്രവർത്തനത്തിന് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കടലിലേക്ക് നേരിട്ടൊഴുകുന്ന പുഴയാണ് ഗംഗാവലി പുഴ. മാത്രമല്ല, അപകടം നടന്ന സ്ഥലത്തു നിന്നും തുച്ഛമായ കിലോമീറ്ററുകൾക്കപ്പുറം മാത്രമാണ് കടലുള്ളത്. കനത്ത മഴയും കൂടി ഉള്ളതിനാൽ ഒരു തരത്തിലും പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡ്രഡ്ജർ എത്തിയാലും തിരച്ചിൽ അതീവ ദുഷ്കരമായിരിക്കും. 4 നോട്ട്സ് ഒഴുക്ക് വരെയുള്ള ജലത്തിൽ മാത്രമേ ഈ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കാനാകൂ എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഗംഗാവലിയിൽ 6 നോട്ട്സിന് മുകളിലാണ് നിലവിൽ ഒഴുക്കുള്ളത്. കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്നാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരാ ബാലൻ പറയുന്നത്. ജൂലൈ 16-ന് പുലർച്ചെയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. അപകടമുണ്ടായ ജൂലൈ 16-ന് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. എങ്കിലും പിന്നീട് മാധ്യമങ്ങളുടെയും ഗവൺമെന്റിന്റെയും ഇടപെടൽ ശക്തമായപ്പോഴായിരുന്നു കാര്യക്ഷമമായ രീതിയിൽ കർണാടക തിരച്ചിൽ നടത്തിയത്. അതേസമയം ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഷിരൂരിലെ ദുരന്തത്തിന് കാരണമായതെന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നത്. പൻവേൽ കന്യാകുമാരി ദേശീയപാത 66-ന്റെ ഭാഗമായ ഇവിടെ കുന്നുതുരന്ന് നടത്തിയ അശാസ്ത്രീയമായ റോഡ് വീതി കൂട്ടൽ മലയിടിച്ചിലിന് കാരണമായതായാണ് റിപ്പോർട്ടിലുള്ളത്. ദുരന്ത കാരണം പഠിച്ച ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സർക്കാരിന് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. കൂടുതൽ നാശമുണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പുണ്ട്. മഴവെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകുന്നത് ഇവിടെ തടയപ്പെട്ടതായി പഠനത്തിൽ കണ്ടെത്തി. മാത്രമല്ല, കുന്നിന്റെ ഘടനയിലും മാറ്റം വന്നു. കുന്നിൻ ചെരിവ് തുരന്നതിന്റെ മുകൾ ഭാഗം മണ്ണിടിയുന്ന നിലയിലായിരുന്നു. ഇതിനൊപ്പം ചെറിയ സമയത്തിനിടെ പെയ്ത അതിശക്തമായ മഴയും കുന്നിടിച്ചിലിന് കാരണമായതായി പ്രാഥമിക പഠനത്തിൽ കണ്ടെത്തി. 503 മില്ലിമീറ്റർ മഴയാണ് കുറഞ്ഞ സമയത്തിനിടെ ഇവിടെ പെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയപാത വീതി കൂട്ടുന്നതിന് കുന്നു തുരന്ന് നടത്തിയ പ്രവൃത്തി മണ്ണിടിച്ചിലിന് ഇടയാക്കിയതായി നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ.